ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ വിഭവമായ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന്. പഴംപൊരി തയ്യാറാക്കാൻ ആവശ്യമായി ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുത്തു പോകാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പഴം 3 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ പഴവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകുന്നതിന് ഒരു നുള്ളു ഉപ്പ്, ഇത്ര കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്നും പൊടിയുമായിട്ട് നന്നായി മിക്സ് ആകില്ല. അപ്പോൾ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് ആദ്യം പൊടികൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്കിനി നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. വെള്ളം ഒന്നിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ പൊടിയെല്ലാം കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് കുറച്ച് ചേർത്ത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കാൻ തുടങ്ങാം. ചൂടായൊരു പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാം ഓയിലാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഓരോന്നായി മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം ചേർത്ത് വെക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ 4 പീസ് മാത്രമേ എണ്ണയിലേക്ക് വറുക്കാൻ വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് കുറച്ചായി വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു വശം പാകമായിട്ടുണ്ട്. ഇനിയൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. അധികം ഡ്രൈ ആകാൻ നിൽക്കരുത്. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ സമയത്ത് ഫ്രൈ ചെയ്യാൻ. 1 മിനിറ്റിന് ശേഷം വേണം മറിച്ച് വയ്ക്കാൻ. ഇപ്പോൾ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. കുറച്ചുകൂടി ക്രിസ്പിനെസ്സും ബ്രൗൺ കളറും വേണമെന്നുള്ളവർക്ക് കുറച്ച് സമയം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി പഴത്തിൻ്റെ പീസസും ഇതുപോലെ ബാറ്ററിൽ മുക്കി വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാ പീസസും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പഴംപൊരി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.